നിശബ്ദനായി, പരാതിയില്ലാതെ. കഴിഞ്ഞ ന്യൂസിലാൻഡ് പര്യടനത്തിലെ 5 മത്സരങ്ങളിലും സഞ്ജു നിരാശപ്പെടുത്തി. 2026 T20 വേൾഡ് കപ്പിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് പോലും ആയിരുന്നില്ല. പ്ലാൻ ബി ആയി മാത്രം ഒതുക്കപ്പെട്ടു. പിന്നെ അഹമ്മദാബാദിൽ ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കെതിരെ ഒരു വലിയ തോൽവി വരുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു. ആ തോൽവി ടീമിനെ ചിന്തിപ്പിച്ചു. അത് ഇന്ത്യൻ ടീമിലെ ബാലൻസിനെ പറ്റി ചിന്തിപ്പിച്ചു. അവിടെയാണ് സഞ്ജുവിൻ്റെ ഈ ഒരു ഇന്നിങ്സിലോട്ടുള്ള തുടക്കം, ഈ ഒരു അമേസിംഗ് ആയിട്ടുള്ള പെർഫോമൻസിൻ്റെ തുടക്കം. വിർച്വലി ഒരു ക്വാർട്ടർ ഫൈനൽ പോലെ തോന്നിയ ആ രാത്രി വെസ്റ്റ് ഇൻഡീസിനെതിരെ മസ്റ്റ് വിൻ ഗെയിം. സഞ്ജു 97 നോട്ട് ഔട്ട് ചേസ് ചെയ്ത് ഇന്ത്യയെ സെമിയിലേക്ക് എടുത്തു. അന്ന് അദ്ദേഹം മുട്ടുകുത്തി കണ്ണുകൾ മുകളിലേക്ക്. കാരണം അത് വെറും റൺസ് അല്ലായിരുന്നു, അതൊരു ജീവിതത്തിൻ്റെ മറുപടിയായിരുന്നു. പിന്നെ സെമി ഫൈനൽ ഇംഗ്ലണ്ടിനെതിരെ 89 റൺസ്, ഇന്ത്യ ഫൈനലിലേക്ക്. 2 മാച്ച് വിന്നിംഗ് നോക്സ്, 2 ക്ലാസ് ഇന്നിങ്സ്, കംപ്ലീറ്റ് അഗ്രസീവ്. ഫൈനലിൽ ആണ് അഭിഷേകും സഞ്ജുവും തമ്മിലുള്ള കോമ്പിനേഷൻ പോലും ആദ്യമായിട്ട് സെറ്റാവുന്നത്. ഈ ടൂർണമെൻറ്റിൻ്റെ അവസാനത്തെ ചാപ്റ്റർ എഴുതാൻ വേണ്ടി. ഇന്ന് സഞ്ജു കളിച്ചത് 45 പന്തിൽ 89 റൺസ്. അദ്ദേഹം പുറത്താകുമ്പോൾ തന്നെ 15 ഓവറിൽ ഇന്ത്യ 200 കടന്നിരുന്നു. ഇത് രാജ്യത്തിൻ്റെ മൈൽ സ്റ്റോണാണ്. അദ്ദേഹം ടെമ്പോ സ്ലോ ചെയ്തില്ല, ഷോട്ട് സെലക്ഷൻ സേഫ് ആക്കിയില്ല, ഒരൊറ്റ ബോൾ പോലും എൻ്റെ സെഞ്ചുറി എന്ന് ചിന്തിച്ചില്ല. പുറത്താകുമ്പോൾ സ്കോർ ബോർഡ് പറഞ്ഞു 89. അതൊരു നമ്പറല്ല, അത് പ്രയോറിറ്റിയാണ്, മൈൻഡ് സെറ്റാണ്, ക്യാരക്ടറാണ്. അഭിഷേകും ഇഷാനും ദുബൈയും കൂടി കത്തിക്കേറിയപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ബാറ്റിംഗ് സ്കോർ 255, 5 വിക്കറ്റിന്. ഇതൊരു ചരിത്രമാണ്. ചില സെഞ്ചുറികൾ സ്കോർ ബുക്കിൽ മാത്രമുണ്ടാകും, പക്ഷേ ഇതുപോലുള്ള ചില ഇന്നിങ്സുകൾ ചരിത്രത്തിലും ജീവിക്കും. കൺട്രി ഫസ്റ്റ് ഓൾവേസ്. ഇത് ക്രിക്കറ്റിൻ്റെ കഥയല്ല, ഒരു അച്ഛൻ്റെ വിശ്വാസത്തിൻ്റെ കഥയാണ്. അച്ഛൻ ജോലി വിട്ടത് സ്വപ്നം രക്ഷിക്കാൻ, മകൻ മൈൽ സ്റ്റോൺ വിട്ടത് രാജ്യം രക്ഷിക്കാൻ. ഇന്ന് രാജ്യം മുഴുവൻ സഞ്ജു എന്ന് മുഴങ്ങുമ്പോൾ വിശ്വനാഥ് സാംസൺ എന്ന ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിലെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളായിരുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനായ തനിനാട്ടുകാരനായ ഒരച്ഛൻ്റെ വിശ്വാസം കൂടിയാണ്.